ഒരു ഇത്രയും നീളമുള്ളൊരു പാപ്പം. അത് വാങ്ങിച്ചോണ്ട് വരുമോ? വട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ അത്? അത് എന്താ ഈ പരിപാടി കഴിയുമ്പോ നമ്മള് പറയാം. ഹായ്, നമസ്കാരം. വേൾഡ് കപ്പ് ഒരു അടിപൊളി ഒരു മൊമെന്റോ ആണ് വേണ്ടേ. എന്താണ്ടേ ഇത് നമ്മള് ഈ ഒരു മൊമെന്റ് കഴിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അങ്ങനെ നിറയെ മൊമെന്റങ്ങൾ ഇങ്ങനെ വാരി കൂട്ടിയ ഒരു കലാകാരിയുണ്ട്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട. നിരവധി ഷോകളിൽ കൂടെ തന്നെ പിന്നെ കോമഡി ഉത്സവം, അതുപോലെ തന്നെ കോമഡി മാസ്റ്റേഴ്സ്, അങ്ങനെ നിരവധി ഷോകളുടെ ശ്രദ്ധേയമായ ഒരു സാധാരണക്കാരിയായ ഒരു കലാകാരിയാണ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ആ കലാകാരി ഇന്ന ഒരാദരവ് എൻ്റെ വക. ആണ്ടെ, പ്രിയപ്പെട്ട ഈ കലാകാരിക്ക് ഞാൻ ഒരു ആദരവ് കൊടുക്കുവാണ്. അപ്പോൾ നിരവധി ഷോകളിൽ കൂടെ ശ്രദ്ധേയായ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പാവം പിടിച്ച ഒരു ചേച്ചിയാണ് നമ്മുടെ മണ്ണടി നിറങ്ങളുടെ ചേച്ചി. നമ്മുടെ ചേച്ചിയുടെ കലാജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ് ചേച്ചി. അല്ലേ ചേച്ചി? ഓക്കെ അല്ലേ? എല്ലാം ചേച്ചിക്ക് കിട്ടിയ ഭയങ്കര സന്തോഷമല്ലേ? ഇതൊക്കെ എന്താ പരിപാടി ചെയ്യാൻ കിട്ടിയതാ ചേച്ചി? എല്ലാ പരിപാടിക്കും കഥാപ്രസംഗം എത്രയേറെ മൊമെന്റം ഉണ്ട്. ഒരുപാട് മൊമെന്റങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കരമായ മൊമെന്റങ്ങളൊക്കെ. ഇതൊക്കെ പത്രത്തിൽ വന്നതാണ്. കേരളോത്സവത്തിലെ പഴയ പണ്ടത്തെ ഫോട്ടോ. അതെ അതെ, അടിപൊളി. അന്നേരം നിർമ്മല ചേച്ചി അസാധ്യമായ ഒരു കലാകാരിയാണ് ചേച്ചി. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു മനോഹരമായ ഗാനം ഹരിമുരളി രവം പാടിയ ചേച്ചി, ഭയങ്കര ഹിറ്റായ സംഭവമല്ലേ ഹരിമുരളി രവത്തിന്റെ എന്തോ പാടിയത്? ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയമോഹന ഗാനം ഹരിമുരളീരവം 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 ഹരിമുരളീരവം. സൂപ്പർ ചേച്ചി. അതിനു വേണ്ടിയാണ് ഒരു മൊമെന്റം ചേച്ചിക്കാൻ തരും. അത്രയും മനോഹരമായിട്ട് പാടിയൂടെ പിടിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസാധ്യമായിട്ട് എനിക്ക് പാട്ട് കേൾക്കാൻ പറയാം, അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി. നിരവധി വേദികളിൽ പാട്ടുകൾ. കോമഡി ഉത്സവത്തിലെ 3 ഗായികമാരുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തു. അതിലെ പി സുശീലാമ്മയുടെ വോയിസിൽ പാടിയ ഒരു പാട്ട് കുറച്ച് ഭാഗം പാടാം. രാജശില്പി നീ എനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? പുഷ്പാഞ്ജലിയിൽ പൊതിയാനെനിക്കൊരു പൂജാവിഗ്രഹം തരുമോ? രാജശില്പി അതും കൊള്ളാം. അന്നേരം ഒരുപാട് പാട്ടുകളൊക്കെ പാടുന്ന വലിയൊരു ഗ്രീതായ കലാകാരിയാണ്. ഈ പതക്കമൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. പണ്ട് പറപ്പന്തളിയില് പേരൊരു പതക്കം ദിലീപിന്റെ ഒരു പതക്കം ഉണ്ട്, ചേട്ടനൊക്കെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പതക്കമൊക്കെ അടിപൊളി. പിന്നെ ചേച്ചി വേറെ ഏത് പാട്ട് അറിയാം? ഈ പിന്നെ ചേച്ചി പാടുന്ന സ്റ്റേജിലൊക്കെ പാടുന്ന പാട്ട് പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട്. മറ്റേ പഴനിയപ്പ ഞാനപ്പഴനിയപ്പ, അതൊന്ന് പാടാമോ? ഞാനപ്പഴത്തെ പിഴന്ത് രസമന്തിനോട് നാം ഉന്നവും കൊടുത്ത മുരുകാ നീ പ്രണവ. ഞാനപ്പഴത്തെ പിഴന്ത് രസമന്തിനോട് നാം ഉന്നവും കൊടുത്ത് ഈ നല്ല ഗുരുനാഥനുനക്കന്നവിധം ഇക്കനിയേ നാമീവത് എന്റിനാണിത്ത. ഇനി എന്തൊക്കെ വേറിട്ട കലാരൂപങ്ങളൊക്കെ ചേച്ചിക്കറിയാം? കഥാപ്രസംഗം ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വേണ്ടി
ചേച്ചി പിന്നെ പാട്ട് പാടും നമ്മൾ കേട്ടാറ് പാട്ട്, അതിൻ്റെ കൂടെ തന്നെ മിമിക്രി, ഇനി അടുത്ത കഥാപ്രസംഗം. എന്നാ കഥാപ്രസംഗം കൂടെ ഒന്ന് പറ. ആരുടെ കഥയാ പറയുന്നത്? എന്റെ ചേച്ചി തന്നെ. ആ ചേച്ചി കാതികയാണ്, മണ്ണടി പി എ കമലം. ഓ അപ്പൊ ചേച്ചി പറയുന്ന കഥയാണ് ഞാൻ ഇങ്ങനെ പഠിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച്. കേരളക്കരയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഒരു ചെറിയ ഗ്രാമമുണ്ട്, കുടക്. മനോഹാരിത കളിയാടുന്ന നാട്. അങ്ങിങ്ങായി തലയെടുത്ത് നിൽക്കുന്ന കുടക് മലകൾ. അവിടെവിടെയായി വിശാലമായ ഏലത്തോട്ടങ്ങൾ, കാണാൻ ചന്തമുള്ള അരിപ്പൂക്കാടുകൾ. എന്തിനേറെ വിശേഷിപ്പിക്കുന്നു. എസ് കെ പൊറ്റക്കാട് പറഞ്ഞതുപോലെ, ദക്ഷിണ ഭാരത നാട്ടിൽ കുടകൊരു യക്ഷി മഹാസാമ്രാജ്യം പോൽ. ദക്ഷിണ ഭാരത നാട്ടിൽ കുടകൊരു യക്ഷി മഹാസാമ്രാജ്യം പോൽ. യക്ഷി മഹാസാമ്രാജ്യം പോൽ. വേറിട്ട് ഒരുപാട് കലാരൂപങ്ങളൊക്കെ അറിയാം. പിന്നെ ഈ ഇത്രയും ഓണാക്റ്റും അറിയാം, കൊച്ചു കുട്ടികളാണ് അതൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്ത്. ഓ, നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പോഴൊന്നും നമുക്ക് ചെയ്യാറില്ല. കുടിലെത്തിയാണ് നമുക്ക് എടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു സംഭവം പെട്ടെന്ന് ഒരു കൊച്ചു കുട്ടിയായിട്ട് മാറാൻ പറ്റും. ജീൻ പൂമ്പ ഒരു കൊച്ചു കുട്ടിയായിട്ട് മാറ്റാൻ പോവുക. കൊച്ചുകുട്ടി. പഴയ ഓർമ്മയിൽ നിന്നൊന്ന് പറയാണ്, ഞാൻ പ്രാക്ടീസ് ഒന്നും ഇല്ല. എനിക്കാണെങ്കിലേ കടയിൽ പോയിട്ട് വരുവാണെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചോണ്ട് വന്നു, ഒരു ഇത്രയും നീളമുള്ളൊരു പാത്രം, അത് വാങ്ങിച്ചുകൊണ്ട് വരുമോ? എനിക്കറിയാം ഭയങ്കരമായിട്ടൊന്ന് ഇഷ്ടപ്പെട്ട് ആ സാധനം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ മൂന്നാമത്തെ കടല ഭരണിക്കകത്തിരിക്കുന്ന ആ ചുമന്ന സാധനം, കമ്പ് പോലിരിക്കുന്ന മുട്ടായി, എനിക്കത് വാങ്ങിച്ചുകൊണ്ട് തരുമോ? ഞാൻ ഇഷ്ടപ്പെട്ടു. ഒരാദരവ് എൻ്റെ വക. പ്രിയപ്പെട്ട ഈ കലാകാരിക്ക് ഞാൻ ഒരു ആദരവ് കൊടുക്കുവാണ്.